ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ ഓണം പപ്പായ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ ഒരു ചെറിയ പപ്പായ കൊണ്ടാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത്. പപ്പായ ഇതുപോലെ മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കലാണ്. ഒരു 1/4 ഗ്ലാസ്സിൽ കുറവ് വെള്ളം, ഒരു തണ്ട് കറിവേപ്പില, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു പച്ചമുളക് കുറുകനെ മുറിച്ചത്, നമുക്ക് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിക്കുക. നിങ്ങൾ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി. ഇത് ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒരു വിസിലേ അടുപ്പിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ചെറിയ തോതിൽ വെള്ളമുണ്ട്. ഇത് വെള്ളം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാൻ ഈ വെള്ളത്തിൽ തണുത്തിട്ടാകുമ്പം തേങ്ങ അരച്ചെടുക്കും. ഈ വെള്ളമില്ല ഉണ്ടെങ്കിൽ നന്നായിട്ടിത് ഇനി തണുക്കണം. തണുക്കുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് തുറന്ന് വെക്കാം. തണുക്കാൻ തേങ്ങ നമ്മൾ പച്ചടിക്ക് എത്രയാണോ കഷ്ണത്തിൻ്റെ അളവെടുത്ത് അത്ര ഏകദേശമെങ്കിലും വേണം തേങ്ങ. അതിൽ കുറച്ച് കൂടിയാലൊന്നുമില്ല. ഇതാണ് കണക്ക്. തേങ്ങ നന്നായിട്ട് ചന്ദനം പോലെ അരച്ചെടുക്കണം. പഴയ കാലത്തെല്ലാം പച്ചടി ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഈ കഷ്ണം ഉടക്കും. കയ്യിലോണ്ട് ചൂടോടെ തന്നെ ഉടക്കലുണ്ട്. ഇപ്പം പച്ചടിക്ക് കഷ്ണം ഉടക്കമില്ല. ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കലാന്ന് സദ്യക്കെല്ലാം പതിവ്. ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തൈര് ചേർത്തിട്ട്, നമ്മൾ പാക്കറ്റ് തൈര് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പാക്കറ്റ് പാല് വാങ്ങി കാച്ചിട്ട് കുറച്ച് തൈരാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് സദ്യക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ പാല് വാങ്ങി രാവിലെ കാച്ചി തൊട്ടിട്ടാണ് വൈകുന്നേരം തൈരാക്കി എടുക്കൽ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പാക്കറ്റ് തൈര് അങ്ങനെ ടേസ്റ്റ് കിട്ടില്ല പച്ചടിയിൽ. ഞാനിപ്പം നാടൻ തൈരാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് തൈരിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തൈരെപ്പം ചേർക്കുമ്പം വളരെ കുറച്ച് ഉപയോഗിക്കാതും. ഈ കറി പുളി കൂടും. കുറേ ഉണ്ടാക്കി വെച്ചിട്ടാകുമ്പം അതുകൊണ്ട് ചേർക്കുന്ന സമയത്ത് അധികം പുളിയുള്ള തൈര് ചേർക്കാൻ പാടില്ല. നമ്മുടെ ചാന്ത് പോലെ അരച്ച തേങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക്, 3 തണ്ട് കറിവേപ്പില, എരിവിന് പച്ചമുളകും കാന്താരി. ഇതൊന്ന് കറക്കിയെടുത്താൽ മതി. കടുകും ഇതൊന്നും അത് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ പപ്പായ നന്നായിട്ട് തണുത്തു കേട്ടോ. നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ടാണ് അരച്ചിന്. ഇതിൻ്റെ കൂടെ തന്നെ ഈ തൈരും, ഇത്ര തൈര് ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് ചേർക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി റെഡിയായി കേട്ടോ. പിന്നെ ഉപ്പും എല്ലാം പാകത്തിന്, ഉപ്പ് എല്ലാം പാകത്തിനുണ്ട്. ചെറിയ പുളി, അധികം പുളിയായിട്ടില്ല. നമുക്കിനി വറുത്ത് ചേർക്കാം. കരണ്ടി വെച്ചൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 3/4 ടീസ്പൂൺ കടുക്, ഒരു 2 കറിവേപ്പില, 2 ഉണക്കമുളക്, ഒരു ടീസ്പൂണോളം തേങ്ങ,
ഈ ഓണത്തിന് പിന്നെ ഈ കുമ്പളങ്ങ നമുക്ക് വീട്ടിലില്ലെങ്കിൽ പിന്നെ ഈ പപ്പായ കൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. വിഷാംശമില്ലാത്ത ഒരു പച്ചടിയെങ്കിലും കഴിക്കാമല്ലോ. ഓണസദ്യക്കുള്ള പച്ചടി ഇതുപോലെ തന്നെ കേട്ടോ. അടിപൊളിയായി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.